നമ്മളെ കൂടെ ഇരിക്കുന്നത് റിയാസാണ്. അദ്ദേഹം ഒരു കോഴിക്കോട്ടെ ഒരു ഫുട്ബോൾ പ്രേമി എന്ന് പറയുമ്പം ഉണ്ടാകുന്ന എല്ലാ പ്രത്യേകതകളും ഉള്ള. നേരത്തെ ഞങ്ങൾ സംസാരിക്കുമ്പം ഓഫ് സൈഡ് റൂൾസിനെതിരെയായിരുന്നു മൂപ്പര് സംസാരിച്ചത്. കാരണം വെച്ചാൽ ഓഫ് സൈഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മൂവി എന്നൊരു ഗെയിമിൻ്റെ അകത്ത് എങ്ങനെയാണ് ഓഫ് സൈഡ്, ഇതാണ് ഓഫ് സൈഡ്, അതല്ല ഓഫ് സൈഡ് എന്നൊക്കെ പറയുന്നതല്ല. അത്രയും കണിശമായിട്ട് കാണുകയും സന്തോഷ് ട്രോഫിയിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും കളിക്കുകയും ചെയ്തു. ഈ രീതിയിലൊക്കെ വളരെ ഒരു പാഷനേറ്റ് ഫുട്ബോൾ ലവറാണ് നമ്മളെ കൂടെയുള്ള റിയാസ്. അപ്പോൾ നമ്മളെ ഈ എഡിറ്റോറിയൽ ഡെസ്ക് ഫുട്ബോളിനെ പറ്റി റിയാസ് ബൈയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പം റിയാസ് ബൈ എങ്ങനെയാണ് ഫുട്ബോളിനെ കാണുന്നത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇത് ആദ്യമായിട്ടാണ് 48 ടീംസ് എന്ന് ഇത് സ്റ്റാർട്ടഡ് ഇൻ ദ വേൾഡ് കപ്പ്. 48 ടീംസ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൽ ആഫ്രിക്കൻ ടീംസിന് എന്തിന് എത്ര റെപ്രസെൻറ്റേഷൻ, ഏഷ്യൻ ടീംസിന് എന്തിന് എത്ര റെപ്രസെൻറ്റേഷൻ. സി വാട്ട് ഫീഫ ഹാസ് ഡൺ ഇസ് എ ഗുഡ് ജോബ്. കാരണം സ്മോളർ ടീം കൺട്രീസിന് പാർട്ടിസിപ്പേഷൻ വേണം എന്നുള്ളതില്ല. ആൻഡ് ഇറ്റ് ഈസ് വർക്ക്ഡ് ഔട്ട് വെൽ. ഇപ്പോൾ കേപ്പ് വെർഡെ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ദേ ആർ ദ ലീസ്റ്റ് പോപ്പുലേറ്റഡ് അല്ലേ. പിന്നെ കുറസാവോ, ദെൻ DR കോങ്കോ. ബട്ട് ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് ദേ ഡിഡ് ബീറ്റ് ബിഗർ ടീംസ്. അതിൻ്റെ പുറമെ പിന്നെ ടീംസ് ലൈക്ക് അർജന്റീന, ഇംഗ്ലണ്ട് എല്ലാം കഷ്ടപ്പെട്ടിരുന്നു അവരുടെ അടുത്തും. സോ ഞാൻ 48 ടീംസിന്റെ കോൺസെപ്റ്റ് പറയുന്നത്, ആ 48 ടീംസിന് ഉണ്ടായ ഗുണങ്ങൾ പറയാം. എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത വാക്ക് ഓവർ ആവാം ഈ ടീമിന്റെ ഇടയിൽ നിന്നുള്ള ഇതെല്ലാം ആക്ച്വലി ഇറ്റ് വാസ് റിവേഴ്സ്ഡ് അല്ലേ. കാരണം ഞങ്ങളെല്ലാം ഇത് കണ്ടപ്പോൾ ഇത് ഇവർ 4 ഗോളിൽ ജയിക്കും. കുറാസാവോ കുറെ കളിയാക്കിയിട്ട് കുറാസാവോ എന്ന് പറയാൻ what do you call it, ആ പേര് പറയാൻ കഷ്ടപ്പെടുന്ന ആളുകൾ പല പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റാർട്ടിങ് വിത്ത് 48 ടീംസ്, സോ അഡ്വാൻറ്റേജസ്, ഇറ്റ്സ് എ ഗുഡ് തിങ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂഡ് എന്നാണ് എൻ്റെ പേഴ്സണൽ വ്യൂ. ഞാൻ ഒരു ഫുട്ബോളറാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഞങ്ങൾ കളിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഈ ഫസ്റ്റ് വേൾഡ് കപ്പാണ് ഹൈഡ്രേഷൻ ബ്രേക്ക്. ഹൈഡ്രേഷൻ ബ്രേക്ക് പാടില്ല. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ്സ് ഗെയിമാണ്. 45 മിനിറ്റ്സ് യു പ്ലേ പ്ലസ് ആഡഡ് ടൈം. ഓട്ടോ ഇഞ്ചുറി ടൈം ആദ്യം പോരാ, പാഡഡ് ടൈം എന്ന് പറയും. അതിൽ 15 മിനിറ്റ്സ് ബ്രേക്കാണ്. ഫുൾ ഹൈ ഇൻറ്റൻസിറ്റി ഗെയിം ഓഫ് ഫുട്ബോൾ, വെരി ഫിസിക്കൽ. ഫുട്ബോൾ മാതിരി ഫിസിക്കൽ ഗെയിമില്ല. പിന്നെ ബാസ്കറ്റ് ബോളാണ് നമ്പർ 1, നമ്പർ 2. അപ്പോൾ ഈ 15 മിനിറ്റ്സ് ബ്രേക്ക് കഴിഞ്ഞാൽ അനദർ 45 മിനിറ്റ്, ഓട്ടോ ഇഞ്ചുറി ടൈം, ദെൻ എക്സ്ട്രാ ടൈം, അത് ടൈ ബ്രേക്കർ. ഇതിൻ്റെ ഇടയിൽ ഈ 15 മിനിറ്റ്സ് സ്ട്രാറ്റജി ആണെന്ന് അത് ക്രിക്കറ്റിലുള്ളതാണ്. ക്രിക്കറ്റിൽ യു സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ. ഇഫ് യു നോട്ട് ഫിറ്റ് ഓൾസോ യു ക്യാൻ പ്ലേ ക്രിക്കറ്റ്. ഫോർ എക്സാമ്പിൾ അർജുന റാണത്തുങ്ക, അതിൽ നിർത്താം. ഞാൻ ക്രിക്കറ്റല്ല സംസാരിക്കുന്നത്. ഒരു ആൾക്കാർ പബ്ലിക്കിനൊരിത് വരാൻ വേണം, അവയർനെസ്. അപ്പം 45 മിനിറ്റ്സ് കഴിഞ്ഞാൽ 15 മിനിറ്റ്സ് ദർ ഇസ് നോ ഹൈഡ്രേഷൻ ബ്രേക്ക്. ടാക്ടിക്സ് ഒക്കെ നിങ്ങൾ കൊല്ലങ്ങളായിട്ട് നിങ്ങൾ പ്രാക്ടീസ് മാച്ചും ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലിയും സ്ട്രാറ്റജിയും ഒരു ടീമിൻ്റെ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടാണ് വരുന്നത്. സോ നിങ്ങൾ ഈ 3 മിനിറ്റ്സിൽ വാട്ട് യു ക്യാൻ ഡെലിവർ നത്തിങ്. 11 പ്ലേയേഴ്സിന് സംസാരിക്കാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടതെന്ന് ആ ബ്രേക്കിൽ. യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇത് ഒരു അഡ്വർടൈസിങ് ഗിമ്മിക് എന്നാ പറയാം, മാർക്കറ്റിംഗ് അത്. ഓക്കെ, അപ്പം ഇറ്റ് ഷുഡ് ബി 45 പ്ലസ് 15 മിനിറ്റ്സ് ബ്രേക്ക്, ദെൻ 45 മിനിറ്റ്സ്. ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ VR പറ്റി പറയാം. ഗോ ടു ദ നെക്സ്റ്റ് പോയിന്റ്. VR ഷുഡ് ബി ബാൻ ഫ്രം ഫുട്ബോൾ. VR is not like cricket. Football is not like cricket. ഞാൻ പറഞ്ഞില്ല, ഹൈ ഇൻറ്റൻസിറ്റി ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണ് ഡിസിഷൻ. ഇത് എത്രയോ കാലങ്ങളായിട്ട് ചെയ്യുന്ന. ഇത് നിങ്ങൾ ക്രിക്കറ്റിൻ്റെ മാതിരി ഓക്കെ ക്യാമറ ഇത് വെക്കൂ. ഇപ്പം സപ്പോസിങ് യു കോൾ മീ ഓഫ് സൈഡ്. ഇപ്പം ഞങ്ങൾ ഷോൾഡർ ടു ഷോൾഡർ. ഇപ്പം എൻ്റെ നഖം വലുതാണെങ്കിൽ VR ഐ ആം ഓഫ് സൈഡ്. അതെ. ഒരു അങ്ങനെ ലൈറ്റർ സൈഡ് പറയാം. ഈ കളിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ പാടില്ല. ഫുട്ബോളിൽ ഇറ്റ്സ് ഓൾ സ്പോണ്ടേനിയസ്. ടക്ക് 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 കഴിഞ്ഞു. ഇത്രയും കാലം ഫുട്ബോൾ കളിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പണ്ട് കളിച്ചവരതെല്ലാം നെഗേറ്റ് ചെയ്യേണ്ടി വരും VR നോക്കിയിട്ട്. കറക്റ്റ്. ഇപ്പം ടെക്നിക്കലി പറയണം. അപ്പോൾ VR ഷുഡ് നോട്ട് ബി ദെയർ ഇൻ ഫുട്ബോൾ. ഇനി മാക്സിമം VR എന്താ പറയുക, പെനാൽറ്റി കിക്കോ അങ്ങനെയാണ്, ഗോൾ കീപ്പറോ മൂവ്മെന്റ്. ബിക്കോസ് ഡെഡാണ്, ഗെയിം ഇസ് ഡെഡ്, നോട്ട് ഡ്യൂറിങ് ദ ഗെയിം. ഇത് ഡെഡായിട്ടാണ് നിങ്ങൾ കിക്ക് ചെയ്യുന്നത്. ഗോൾ കീപ്പർ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. We are done. I'll go to the offside thing. ഫുട്ബോൾ തുടങ്ങി 22 ആൾ അതിൽ കളിക്കുന്നുണ്ടെങ്കിൽ 22 ആൾ ഇൻവോൾവ്ഡാണ്. ഫുട്ബോൾ ഓഫ് സൈഡിലൊരു മെയിൻ പോയിന്റ് വാട്ട് ഐ വോണ്ട് ടു ഹൈലൈറ്റ് ഇസ്, ഇപ്പം ഞാൻ ഒരു അറ്റാക്കറാണ്, യു ആർ എ ഡിഫൻഡർ ഫോർ എക്സാമ്പിൾ.
he is your colleague. He is standing in the corner, offside പൊസിഷനിലാണ്. You are the defender, he is my colleague, teammate. ഇയാൾ ഓഫ് സൈഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഷീ ഈസ് മൈ അനദർ ടീംമേറ്റ്. ഇവിടുന്ന് ഷീ ഈസ് ഓവർലാപ്പിംഗ് ബിയോണ്ട്. യു ആർ ദ ഡിഫൻഡർ. ഞാൻ ചിപ്പ് ചെയ്ത് അതിൻ്റെ ശേഷമാണ് ഷീ ഈസ് മൂവിങ്. ഓഫ് സൈഡ് ആവില്ലല്ലോ. ഇയാൾ ഓൾറെഡി ഓഫ് സൈഡ് പൊസിഷനിലാണ്. ബട്ട് റൂൾ എന്താണ്? ഈസ് സ്റ്റേഷനറി, ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ ഗെയിം. അപ്പം അയാൾ ഓഫ് സൈഡ് അല്ല. ഞങ്ങൾ ഇത്ര മുതൽ ഈ റൂള് വരുന്നത് വരെ കപ്പിയായിരുന്നാ വിളിക്കുക. കപ്പി നിൽക്കുന്ന ആളെന്നാ പറയാം ഓഫ് സൈഡിന്. കറക്റ്റ്. അപ്പൊ ഈ 22 ആള് പിന്നെ എന്തിനാ ഇയാൾ 22 ആൾ ഇയാൾ ഇൻവോൾവ് ആ ഗെയിമിൽ. സോ യു കനോട്ട് ടെൽ ഹിം ദാറ്റ് ഹി ഈസ് സ്റ്റേഷനറി എന്ന്. എന്നാൽ അയാൾ പറയാ ഞാൻ ഒന്ന് സിഗരറ്റൊക്കെ വലിച്ച് നീ അവിടെ കൊടുത്താൽ മതി ബോള്, ഞാൻ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന്. നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കൂ. സി ദിസ് ഇസ് ഓൾ കൺഫ്യൂസിങ് ആണ്. ഇത് ഷുഡ് ബി റിമൂവ്ഡ്. കാരണം ആ 45 മിനിറ്റ്സിൽ ഇതാ കളി. ടക്ക് 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 ഡിസിഷൻ എടുക്കാനും സമയമില്ല. റെഫറി കാണുന്ന വിത്ത് യുവർ ബ്ലൈൻഡ് ആയി what you call it, അവിടെ ഡിസിഷൻ എടുക്കണം. അല്ലെങ്കിൽ VR കൊണ്ടുവന്ന് ഇറ്റ്സ് ഓൾ അബൌട്ട് കമേഴ്ഷ്യലാണ്, കമേഴ്ഷ്യലൈസേഷൻ. VR ടെക്നോളജി കൊണ്ടുവന്ന ആൾക്ക് കുറേ പൈസ ഓഫർ ചെയ്യും. ഓക്കെ, കം വിത്ത് ദാറ്റ്. ഫുട്ബോൾ ഈ റൂള് വെച്ചിട്ട് ഫുട്ബോൾ ഇസ് ഗോയിങ് ബാക്ക്. ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വെദർ ഇതിലും ഹീറ്റ്. മെക്സിക്കോ ഇസ് വെരി ഹോട്ടർ ദാൻ US. ആ ഭൂഖണ്ഡത്തിലാണെങ്കിലും കൂടിയിട്ട്. ഐ ബീൻ ദേർ. ഞങ്ങൾ അത്ര പേരെ ഹ്യൂമിഡിറ്റി ഇല്ല, സുഖമായിട്ട് കളിക്കാം. ഞങ്ങൾ ദൈവത്തിന്റെ ബന്ധമൊക്കെ ഉണ്ടാക്കിയ സ്ഥലമാണ്. 5 ആളെ കട്ട് ചെയ്തിട്ട് ആ ചൂടത്ത് ഇറ്റ് വാസ് എക്സ്ട്രീംലി ഹോട്ട് വേൾഡ് വൈഡ് ഓഡിയൻസിന് വേണ്ടി. ശരിക്ക് കാലത്തിനനുസരിച്ച് മാറ്റല്ലേ ഉണ്ടാവേണ്ടത്. ഒരു ടെക്നിക്കൽ സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേഷനറി ഫുട്ബോൾ ഹൈ ഇന്റൻസിറ്റി ഗെയിമാണ്. നിങ്ങൾ ആ ഫുട്ബോളിനെ വേറൊരു ഗെയിമാക്കി മാറ്റാൻ പാടില്ല. ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് വന്നപ്പോൾ ഇറ്റ്സ് ലൈക്ക് ക്രിക്കറ്റ്. ടെക്നിക്കൽ സ്ട്രാറ്റജി ചെയ്യുന്നവർക്ക് 11 ആൾ 5 ആളോട് സംസാരിക്കാൻ സമയം കിട്ടില്ല. ഇപ്പോൾ ഒരു സ്റ്റാർ പ്ലെയർ ആയിരിക്കുന്നത് കുറച്ച് അധികം സംസാരിക്കുക, അയാൾ മൂവ് ചെയ്ത്. ഇപ്പോൾ ഡിഫൻഡറും മിഡ്ഫീൽഡർ അടുത്ത് 2 ആളടുത്ത് പറയും വെനീസ്. ആ 3 ആളിൽ കഴിഞ്ഞ് നിങ്ങളുടെ സ്ട്രാറ്റജി വാട്ട് അബൌട്ട് അതർ 8 പ്ലേയേഴ്സ്? അവരെ ആ ഒരു എക്സ്ക്യൂസ് വാട്ട് റീസണിങ് എന്താണ്? സ്ട്രാറ്റജി ടൈം ഔട്ട് എന്നാണ് പറയുന്നത്. ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പേര് കൊടുത്തിട്ട് പിന്നെ പറയുന്നത് സ്ട്രാറ്റജി. അപ്പോൾ ഇവോൾവ് ചെയ്യാൻ പറ്റില്ല. ഫുട്ബോൾ അങ്ങനെ ആയിരിക്കണം. നിങ്ങൾക്കിപ്പോൾ ടർഫ് എന്ന് പറയുന്നത് ഗ്രാസ് വേൾഡ് കപ്പിലെല്ലാം ടർഫ് പാടില്ല, ആസ്ട്രോ ടർഫ് പാടില്ല. ഇറ്റ്സ് ഓൺലി 10%. ബാക്കി യു ക്യാൻ ഗോ ടെക്നിക്കലി യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഹൈ ഇൻറ്റൻസിറ്റി ഗെയിം ഷുഡ് ബി ഫോളോഡ് ലൈക്ക് ദാറ്റ്. ഫുട്ബോളിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ക്രിക്കറ്റേഴ്സ് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഒരച്ച് അയാളെ വെയിറ്റ് ചെയ്യണം. എത്ര ടെക്നോളജി മാറിയിട്ടും അത് മാറിയിട്ടില്ലല്ലോ. ഇയാള് നോക്കി വേർപ്പ് തുടച്ച് എന്നാലേ ഇയാള് പോലീസുമാരോ ട്രാഫിക്കുമാരോ ആയോ കൈതാത്തി. കറക്റ്റ്. ഫുട്ബോൾ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഡിഫറൻസ് അതാണ്. മെസ്സിനെ ആശ്രയിച്ചാണ് അർജന്റീന കളിക്കുന്നത് എന്നൊക്കെ പറയുമല്ലോ. ഈ ലോകകപ്പിൽ ഇതുവരെയുള്ള ഒരു അർജന്റീനന്റെ സ്ക്വാഡും ഒക്കെ വെച്ചിട്ട് എന്ത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ശരിക്കും അർജന്റീന? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മെസ്സി മാത്രം അർജന്റീന ഒരാൾക്ക് ടീമിനെ ഇത് ചെയ്യാൻ പറ്റില്ല. വിത്തൗട്ട് ദ സപ്പോർട്ട് യു കനോട്ട് പ്ലേ അനദർ 11 പ്ലേയേഴ്സ്. ഇതിൽ ഒരു ഫാക്ടർ ഉണ്ട്. മെസ്സിൻ്റെ ആ മാജിക്, ആ സ്കില്ലൊക്കെ ഇപ്പോഴും ഇൻടാക്റ്റ് ആണെന്നുള്ള മനസ്സിലായി. യു കനോട്ട് സ്കോർ 9 ഗോൾസ് ഇൻ എ വേൾഡ് കപ്പ്. എന്ത് ഇതുണ്ടെങ്കിൽ ഇതൊരു പ്ലസ് പോയിന്റ് പറയാം. അതിൽ റൊണാൾഡോ വരും കേട്ടോ. ഐ ടെൽ യു, റൊണാൾഡോ മെസ്സിൻ്റെ ഡിഫറൻസ് പറയാം. റൊണാൾഡോ വാസ് വെരി സ്റ്റിഫ്. റൊണാൾഡോ എനിക്കിപ്പോൾ പാസ് വരും. മെസ്സിൻ്റെ ഗെയിം നിങ്ങൾ ശ്രദ്ധിച്ചോ. മെസ്സി കെയിം ഡൗൺ, താഴെ വന്നിട്ട് ഹി വാസ് കളക്ടിങ് ദ ബോൾ, മേക്കിംഗ് ദ പ്ലേ അവിടെ കൊടുത്ത്. ദെൻ മെസ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മെസ്സി എപ്പം ഫ്രീ ആയിരിക്കും. മെസ്സി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മെസ്സിനെ എപ്പോൾ ശ്രദ്ധിക്കാൻ കാരണം ഞാൻ എപ്പം പറയാം, എൻ്റെ മക്കളാണെങ്കിൽ ഫ്രണ്ട്സ് കളിയാണെന്നുണ്ടെങ്കിൽ മെസ്സിനെ മാർക്ക് ചെയ്താൽ ഈജിപ്ത് ഡിഡ് എ ഗുഡ് ജോബ്. മെസ്സിനെ നല്ലോണം മാർക്ക് ചെയ്ത് മെസ്സിക്ക് ലൂസ് ബോളാണ് ഗോൾ അടിച്ചത്. 2ാമത്തെ ഗോള്. ഫസ്റ്റ് ഗോൾ മെസ്സി പാസ് ചെയ്ത് മെസ്സി അവിടെ നിന്നിട്ട് മെസ്സിക്ക് ഇവിടെ സ്പേസ് ഇല്ലാണ്ട് ഹി മൂവ് ടു ദ എക്സ്ട്രീം, റൈറ്റ് എക്സ്ട്രീമിൽ. എന്നിട്ട് അവിടുന്ന് ഹി വാസ് സപ്ലൈങ് ദ ബോൾ. ആ റൊമേറോ സ്റ്റോപ്പർ ബാക്ക് വന്നിട്ട് ഹെഡ് ചെയ്യുന്നത്. അപ്പം മെസ്സി ഇസ് എ കോർ തിങ്. മെസ്സി ഇല്ലാതെ അവർക്ക് ഇറ്റ്സ് എ സ്റ്റഫ് ടു ഡു തിങ്സ്. ഇപ്പം റൊണാൾഡോനെ പറഞ്ഞതുകൊണ്ട് പറയാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്രാവശ്യം പോർച്ചുഗലിനൊരു കപ്പ് കിട്ടണം എന്നൊക്കെ. പക്ഷെ അത് റൗണ്ട് ഓഫ് 16 ആകുമ്പോഴേക്ക് പുറത്തായി.
പക്ഷേ ഇപ്പം ഇനി അടുത്ത 2030 ആകുമ്പം പറയുന്നു റൊണാൾഡോ കളിക്കില്ല, കോച്ച് മാറുകയാണ്. Under-17 വേൾഡ് കപ്പിൽ പോർച്ചുഗലാണ് ജയിച്ചത്. അപ്പം ഇനി അടുത്ത ലോകകപ്പിൽ എങ്ങനെയായിരിക്കും പോർച്ചുഗലിൻ്റെ ആ ഒരു റൊണാൾഡോ ഇല്ല, കോച്ച് മാറുന്നു, പുതിയ ആൾക്കാർ വരുമെങ്കിൽ അങ്ങനെ. അപ്പം എങ്ങനെയായിരിക്കും പോർച്ചുഗലിൻ്റെ ഒരു സാധ്യത? ഇപ്പോൾ ഈ Under-17 വേൾഡ് കപ്പ് ജയിച്ചില്ലേ, ഫോർ എക്സാമ്പിൾ മൊറോക്കൻ ടീം കളിക്കുന്നത്. കാരണം വെൻ യു ആസ്ക് മീ സംതിങ് ഐ ഹാവ് ടു കമ്പയർ സംതിങ്. ഈ മൊറോക്കൻ ടീം ഇപ്പോൾ കളിക്കുന്ന വേൾഡ് കപ്പ് Under-17 മുതൽ വേൾഡ് ചാമ്പ്യനായ പ്ലേയേഴ്സാണ്. Under-17, Under-19, Under-21, Under-23 ബ്രോൺസ് മെഡലിസ്റ്റ് അവർ. ഇതെല്ലാം ചാമ്പ്യൻസ് അവർ. ആ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിനാണ് അവർ ഡെവലപ്പ് ചെയ്ത്. ഇപ്പം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം, ഇഫ് ദേ റീറ്റെയിൻ ദിസ് Under-17 ടീം, റൊണാൾഡോ നെക്സ്റ്റ് വേൾഡ് കപ്പ് വിൻ നെവർ. എൻ്റെ പേഴ്സണൽ ഇത് ഉണ്ടാവില്ല. 2 കൊല്ലം കൊണ്ട് ഹീൽ റിട്ടയർ മാക്സിമം. കാരണം സ്റ്റിഫായി കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് എടുക്കാനുള്ളത് വേറെ ടയർ വരും. ഇപ്പോൾ റൊണാൾഡോക്ക് വന്നിട്ട് കളിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും, താഴെ വന്നിട്ട് ഡ്രിബിൾ ചെയ്യുന്നു. റൊണാൾഡോ ബോൾ കിട്ടുമ്പോൾ കണ്ടിട്ടുണ്ടോ പാസ് ചെയ്ത്? ഒരാൾ ഡ്രിബിൾ ചെയ്തിട്ടില്ല ഈ വേൾഡ് കപ്പിൽ. ഞാൻ എല്ലാ കളിയും കണ്ടിട്ടുണ്ട്. റൊണാൾഡോ ഒരാൾ ഡ്രിബിൾ ചെയ്തിട്ടില്ല, റൊണാൾഡോ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല 2 ഗോൾ അടിച്ച്. അർജൻറ്റീനയും പോർച്ചുഗലും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറയാം. പോർച്ചുഗൽ ടീമിലുള്ളവരൊക്കെ റൊണാൾഡോ സ്റ്റാർ ആണെങ്കിലും കൂടിയിട്ട് മറ്റുള്ളവർക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, ഞാനും ബ്രൂണോ ഫെർണാണ്ടസ് വാസ് വെരി ഈഗോയിസ്റ്റിക് പേഴ്സൺ. ഞങ്ങൾക്ക് പെട്ടെന്ന് കളി കാണുമ്പോൾ ഒബ്സർവ് ചെയ്യുന്നൊരു കുറവുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് വോണ്ട് ടു ബി, ഞാനാണ് ഈ വേൾഡ് കപ്പിലെ താരമാവണം എന്നുള്ള പോർച്ചുഗലിൻ്റെ ആ ഒരു ഇതുണ്ട്. കൊടുക്കേണ്ട സമയത്ത് റൊണാൾഡോ വാസ് ഷോർട്ട് ഓഫ് പാസസ്. റൊണാൾഡോന് ഇത് കുറവാണ്. നിങ്ങൾക്ക് എല്ലാ കളിയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റൊണാൾഡോനെ കറക്റ്റ്, റൊണാൾഡോന്റെ അഡ്വാൻറ്റേജ് എന്താ? ഹൈറ്റ്. ഈസ് എ ഗുഡ് ഹെഡർ, ഗുഡ് ഷൂട്ടർ. അത് അവർ ഉപയോഗപ്പെടുത്തിയില്ല. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒരു നല്ലൊരു കടന്നുവരവ് തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് സെനഗല്, നമ്മുടെ കേപ്പ് വെർദെ, മൊറോക്കോ, ഇങ്ങനെ കുറേ ടീമുകൾ വന്നു കഴിഞ്ഞു. അതിൽ 8ഓളം ടീമുകൾ ഇപ്പോൾ നോക്കൗട്ടിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ അതിനെങ്ങനെയാണ് ആ ഒരു പ്രാതിനിധ്യത്തിനെ എങ്ങനെയാണ് കാണുന്നതെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അത് റീറ്റെയിൻ ചെയ്യണം. ഈ 48 ടീം ഫോമാറ്റ് റീറ്റെയിൻ ചെയ്യണം. ഇതേ റെപ്രസെൻറ്റേഷൻ ആഫ്രിക്കൻ ടീംസിന് കൊടുക്കണം. ഷുഡ് ഗിവ് 2 more. ഐ വിൽ സേ 2 more. കാരണം അവരെല്ലാം പ്രൂവ് ചെയ്ത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയത്, ഞങ്ങൾ ഏഷ്യൻ ടീംസിൽ ജപ്പാൻ പ്ലേഡ് വെരി വെൽ. അൺലക്കിലി ദേ വെൻറ്റ് ഔട്ട്. അതേപോലെ ഇറാൻ പ്ലേഡ് വെരി വെൽ. ഈ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, 12th man കോൺട്രവേഴ്സി. കാരണം US-ലായതുകൊണ്ട് ദേ ഡോണ്ട് വോണ്ട് ഇറാൻ ടു പ്രൊസീഡ്. അതാണ് ജനറലി ഉള്ളൊരു അത് ഗെയിമിലും കണ്ട്, റെഫറിങ്ങിലും കണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ആരോ എഴുതിയത് വായിച്ചതല്ല, നിങ്ങൾക്ക് കളിയിലും മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. ഹൗ ദേ വർ ട്രീറ്റഡ്. കളി കഴിഞ്ഞിട്ട് മെക്സിക്കോയിലേക്ക് ആ സമയം വിത്തിൻ 1 hour യു ടു ഗോ 5 hours ഇൻ ദ ബസ്. ഇത്രയും ഹൈ ഇൻറ്റൻസിറ്റി ഗെയിം കളിച്ചാലൊക്കെ ഇപ്പം നിങ്ങൾ കാണാൻ ഹൈഡ്രേഷൻ ബ്രേക്കിൽ വന്നിട്ട് അവർ ഐസ് പാക്കും മസാജ് ചെയ്തൊക്കെ കണ്ടിട്ടില്ലേ? ഫുട്ബോൾ ഇസ് ലൈക്ക് ദാറ്റ്. ഞാൻ പറയുന്നത് ഇറ്റ് ഷുഡ് ബി മോർ 2+2 കൊടുക്കണം എന്നാണ് പറയുന്നത് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കൺട്രീസിന്. ദേ ഹവ് പ്രൂവ്ഡ്. യൂറോപ്യൻ ടീംസിനൊക്കെ ഇതാക്കിയില്ലേ, ഇതാക്കിയില്ലേ? സി അവരെ ഇപ്പോൾ ഹോസെ മൊറീനോ അല്ലേ പണ്ട് പോർട്ടോ, ചെൽസി, റിയൽ മാഡ്രിഡ്, ഈസ് ബാക്ക് ടു റിയൽ മാഡ്രിഡ് ഐ തിങ്ക്. അയാൾ പറഞ്ഞത് എന്താ പറയുക, ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു ടീം ഉണ്ടായ വേൾഡ് കപ്പ് അടിക്കുന്നത്. ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. ആ ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ടായിട്ടാണ്. ഈ പ്ലേയേഴ്സ് മൊത്തം കളിക്കുന്ന യൂറോപ്പിലെ ക്ലബ്സിനാണ്. ഇവർ കൂടുന്ന ആകെ 1 മാസം 2 മാസമാണ് ഹാർഡ്ലി. ദേ പ്ലേ ടുഗദർ. ഇപ്പോൾ ബ്രസീലിന് പറ്റിയത് എന്താ? സെയിം തിങ്. അവർ ഒന്നായിട്ട് ഒരിക്കലും കുറേ ലോങ് ടേം കളിച്ചില്ല. ആൻസലോട്ടി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ചസ്. ഇനി നെയ്മാറിനെ പറ്റി വേണം ഞാൻ പറയാം 2 വാക്ക്. നെയ്മാർ വടി കൊടുത്ത് അടി പ്ലെയറാണ്, ഡിസിപ്ലിൻ്റെ എല്ലാ ആള്. ബിഫോർ ദ വേൾഡ് കപ്പ് എവിടെ പോയിട്ട് 5 side എന്തോ കളിച്ചിട്ടാണ് ഇഞ്ചുറി ആയത്. ഇഞ്ചുർഡ് ആയത് അങ്ങനെ. അപ്പോൾ യു ഡോണ്ട് എക്സ്പെക്ട്. ഇപ്പം റൊണാൾഡോൻ്റെ മെസ്സിൻ്റെ എല്ലാം ഡെഡിക്കേഷൻ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഇത് 39-41 years ഓൾഡാണ്. നെയ്മാറെ പറ്റി പറഞ്ഞിട്ടുള്ളത് ചില ആൻറ്റിക്സ് കൂടുതലാണ്. ശരിയാണ്. നെയ്മാറെ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിച്ചാൽ മതി, അപ്പം കിടന്ന്. he has got a bad this thing name for that. കാരണം തിയേറ്ററിക്കലാണ് ആള്. അപ്പം അതിലെന്താ വെച്ചാൽ റെഫറി ഉണ്ടല്ലോ കൺഫ്യൂസ്ഡ് ആണ്. അയാൾ ഇഞ്ചുറി റിയൽ ആണോ, ഒന്ന് തൊടുമ്പോഴേക്കും കാലൊടിഞ്ഞ മാതിരിയാണ് ഹിസ് റിയാക്ഷൻ. അപ്പൊ ചിലത് ജെന്യുവിൻ ആകുമ്പോൾ റെഫറി കൊടുക്കൂല. കറക്റ്റ് അല്ല? നിങ്ങൾ ഓരോ കളി കണ്ട, ഞാൻ കണ്ട കളിനെ പറയാണ്. ഈസ് എ ഗുഡ് പ്ലെയർ. ഓരോ കളി സ്കില്ലെല്ലാം കണ്ടാൽ ഔട്ട് ഓഫ് ദ വേൾഡ്. നോബഡി ക്യാൻ ഡു ദാറ്റ്.
നെയ്മാർ ഉണ്ടല്ലോ, ലോട്ട് ഓഫ് ഗുഡ് ന്യൂ പ്ലേയേഴ്സ് സ്റ്റാർസ് വന്നിട്ടുണ്ട് ഇതിൽ. ഈജിപ്തിൽ വന്നിട്ടുണ്ട്, മൊറോക്കോയിൽ വന്നിട്ടുണ്ട്, പിന്നെ ജാപ്പനീസ് ടീമിൽ വന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി സൗത്ത് കൊറിയ 2-1 ദേ വെന്റ് ഔട്ട്, ലൈക്ക് ഗോൾ ഡിഫറൻസിൽ തേർഡ് ടീമായിട്ട് കയറേണ്ടിയിരുന്നു. ഈജിപ്ത് വാസ് വെരി ലക്കി. ആ ഗോൾ ഡിഫറൻസിൽ ഇറാൻ പോയതിലാണ് ഈജിപ്ത് കയറിയത്. ഓസ്ട്രിയ ആയിട്ട് 3-3 ആയില്ലേ. അത് പിന്നെ ഗോൾ കീപ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിലും ഓസീന 40+ years ഈസ് ലൈക്ക് എ 17-year-old 19-year-old. ഈവൻ ബോണോ, മൊറോക്കൻ ഗോൾ കീപ്പർ, ഈസ് സീനിയർ. ഫസ്റ്റ് ഹാഫിൽ ഇപ്പം മൊറോക്കോയായിട്ട് ലാസ്റ്റ് കളിച്ച് കാനഡ ആയിട്ട് 3 സേവാ, ക്ലിയർ കട്ട് ഗോളാ. 3 സേവ് ഫസ്റ്റ് ഹാഫിൽ. അത് 3 അടിച്ചെങ്കിലും കൂടി ദാറ്റ് ബിക്കോസ് ഓഫ് ഗോൾ കീപ്പർ. അതേപോലെ DR കോങ്കോന്റെ ഗോൾ കീപ്പർ ഇംഗ്ലണ്ടിനായിട്ടില്ലേ, സേവ് ചെയ്ത് he was tired. ചാടാൻ പറ്റുന്ന ഈ വെരി 2 ഗോളിൽ വലിയ ബോഡി ആകുമ്പം ഐ മീൻ ഇറ്റ്സ് വെരി ടഫ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേക്കുള്ളൊരു ഫുട്ബോൾ ഫാൻസ് എല്ലാ മാച്ചും കാണും, പക്ഷെ അങ്ങനെ ഫുട്ബോൾ ഫോളോ ചെയ്യാത്തൊരു ഇപ്പൊ പറഞ്ഞ റെപ്യൂട്ടഡ് ടീംസിന്റെ മാച്ച് മാത്രം കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതിനെ മാറ്റിമറിച്ചൊരു വേൾഡ് കപ്പ് ആയിരുന്നു ഇത്. ഇപ്പം ക്വാളിറ്റി പ്ലെയേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഓസീന, കെപ്പ് വെർദേന്റെ അവരെ ഫസ്റ്റ് മാച്ച് സ്പെയിൻ ആയിട്ടുള്ളത് 1 man against സ്പെയിൻ എന്നാണ് പറഞ്ഞിരുന്നത്. അയാൾ ആ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് സ്പെയിനോട് പോരാടി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ സാർ ഒരു ഫുട്ബോളർ എന്നുള്ള രീതിയിൽ ആ പെർഫോമൻസ് കണ്ട സമയത്ത് ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഓസീന ആ മനുഷ്യനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഗോൾ കീപ്പർ മാത്രം ആ ഒരു മാച്ചിൽ മാത്രം ആ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഈ ഫുട്ബോളിൽ ഏറ്റവും പിന്നെ കളി 21 ആളെ കാണുന്ന ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ ഗോൾ കീപ്പറാണ്. അയാൾ 22ാമത്തെ ആളാണ്. അപ്പം അയാൾക്ക് ഓരോ മൂവ്മെൻറ്റും അയാൾ നോൺ സ്റ്റോപ്പ് ആയിരിക്കും. ഞാൻ വർത്തമാനം പറഞ്ഞ് കളിക്കുന്നതാണ്, ഇപ്പോഴും സംസാരിക്കുന്നുണ്ടില്ല. ചിലവർക്ക് കളിക്കുമ്പോൾ അവിടെ കൂടെ ഇവിടെ കൂടെ ഇങ്ങനെ ദേ വോണ്ട് ടു കീപ് ടോക്കിംഗ്. ചില പ്ലേയേഴ്സ് ഓഫ് ദ ഫീൽഡ് ഭയങ്കര ക്വയറ്റ് ആയിരിക്കും. ഓൺ ദ ഫീൽഡ് ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും. സോ ദേ കനോട്ട് പെർഫോം വിത്തൗട്ട്. അപ്പോൾ ഈ ഗോൾ കീപ്പർ എപ്പം അവരാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. ഡിഫൻഡറോട് പറയും ഇവിടുന്ന് അറ്റാക്ക് വരുമ്പോൾ ഇങ്ങനെ ചെയ്യും. സോ ഈ പൊസിഷനോ ബീങ് എ ഗോൾ കീപ്പർ പ്ലസ് ഏജ് ഈസ് വാസ്റ്റ് എക്സ്പീരിയൻസ്. 40 years എന്ന് പറഞ്ഞാൽ കുറേ കളിച്ച ആളാണ്. അപ്പം അയാൾക്ക് ഗെയിം റീഡ് ചെയ്യാൻ അറിയാം. ഇപ്പോൾ ഒരു പ്ലെയർ ഇത്രയും കാലം കളിക്കുമ്പോൾ ഒരു പ്ലെയർ ഇന്ന ആംഗിളിൽ നിന്ന് അടിച്ചാൽ ഇന്ന കർവ് ചെയ്താൽ ഇവിടെ വരിക. മെസ്സിയുടെ ലാസ്റ്റ് ഒരു എക്സാമ്പിൾ വരും. മെസ്സി ഒരു ഫ്രീ കിക്ക് എടുത്തില്ല, അയാൾ റെഡി ആവുന്ന മുന്നേ ഹൗ ഹി സേവ്ഡ്. അതിന് ആൻറ്റിസിപ്പേഷൻ എന്നാ പറയാം. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഒസീന സ്റ്റാൻഡ് ഔട്ട് ആകാൻ കാരണം മിസ് എക്സ്പീരിയൻസ് ആൻഡ് ബീങ് എ ഗോൾ കീപ്പർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒബ്സർവിങ് ദ ഗെയിം ലൈവ്, ഗെയിമിൽ ഇൻവോൾവ് ആണ്. ഈ നോസ് ഇപ്പോൾ ഇവിടുന്ന് ഒരു അറ്റാക്ക് വരാണ്, ഇവിടെ വിളിച്ച് പറയും ഡയഗണൽ മാർക്ക് ചെയ്യും. ഇതൊക്കെ നടക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഓഡിബിൾ അല്ലല്ലോ. ഇത് വിക്കറ്റിലുള്ള മാതിരിയല്ല. ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ എന്നേ പറഞ്ഞാലും വിക്കറ്റ് കീപ്പർ കേൾക്കും. അപ്പോൾ അതാണ് ബൊസീനോൻ്റെ വാസ്റ്റ് എക്സ്പീരിയൻസ് മാത്രമല്ല, ഈ പെർഫോംഡ്, ഈ റെഡ് ദ ഗെയിം വെൽ. അത് ഒരു ഗെയിമല്ല, സ്പെയിനല്ല, ത്രൂ ഔട്ട് ഓൾ ദ ഗെയിംസ്. കേപ്പ് വെർഡിൻ്റെ എല്ലാ മാച്ചസിലും, അർജൻറ്റീനയെല്ലാം ബൊസീനോടെ എങ്ങനെയെങ്കിലും മെസ്സി ഇങ്ങനെ മേലോട്ട് നോക്കുന്നുണ്ട്, ഇയാൾ എങ്ങനെ ബീറ്റ് ചെയ്യാന്ന്. ഫ്രീ കിക്കിൽ പറ്റുന്നില്ല, ഡ്യൂറിങ് ദ ഗെയിം പറ്റുന്നില്ല നോർമൽ ഇതിൽ. സോ അതാണ് ബൊസീനോ വൺ ഓഫ് ദ എന്താ പറയുക റെയർ സ്പീഷീസാണ് ഇങ്ങനെ. ബട്ട് ബീങ് എ ഗോൾ കീപ്പർ ആൻഡ് ഹിസ് വാസ്റ്റ് എക്സ്പീരിയൻസ് ഹെൽപ്ഡ് ഹിം എ ലോട്ട് ടു റീഡ് ദ ഗെയിം, ടു ടാക്കിൾ ഹൗ ടു ടാക്കിൾ ദ ഷോട്ട്സ്, മതലബ് സ്റ്റോപ്പ് ദ ഷോട്ട്സ്. ഇതിപ്പോൾ ഒരു വാർ ജനറേഷൻ ആണല്ലോ. ഇതൊക്കെ ഇല്ലെങ്കിൽ ഇപ്പം റിയാസ് പറയുന്ന ഒരു പൊസിഷനിലല്ല ഇവരൊന്നും നിൽക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഗെയിം പ്ലേ ഫ്ലോ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല. അല്ല ഇപ്പം പറഞ്ഞ മാതിരി ഇറ്റ്സ് ആസ് യു സെഡ് ഇവോൾവിങ് ആണല്ലോ. ഐ മീൻ ജനറേഷൻ മാറുമ്പോഴും തോട്ട് പ്രോസസ് എല്ലാം മാറും. അപ്പം ഞാൻ അതാ പറഞ്ഞ ഫോർ ഫുട്ബോൾ മൈ മൈൻഡ് സെറ്റ് വിൽ നെവർ ചേഞ്ച്. ജെൻസി മാറും. ബിക്കോസ് ഇപ്പം എന്താ വെച്ചാൽ അവർക്കൊരു സംശയം ഉണ്ട്, അവർക്ക് അറിയണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്ന്. മനസ്സിലായില്ലേ? ആ മൈൻഡ് തോട്ട് പ്രോസസ്സിലെ വ്യത്യാസം. പക്ഷെ ഞങ്ങൾക്ക് അതല്ല, അത് ഇന്ന കാരണം കൊണ്ടാണ് ഫുട്ബോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. ബട്ട് ദേ വിൽ കീപ് ക്വസ്റ്റ്യനിങ്. അപ്പം ടെക്നോളജി വിൽ പ്ലേ ദ ഗെയിം. അവർ പറയാം അതുണ്ടല്ലോ, അത് നോക്കിക്കൂടെ.
അതാണ് ഇന്നലത്തെ റഫറിംഗ് വന്ന സാധനം. ആ ഒരു ചിന്ത പോയി അതിലേക്ക്. അതെ, അത് എല്ലാവരുടെ അടുത്തും വരും. ഒരു ടെക്നോളജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു ആർ ബൗണ്ട് ടു ക്വസ്റ്റ്യൻ ദാറ്റ്. അത് ജെൻസി മാത്രമല്ല, ടീമിനെ ഇഷ്ടപ്പെടുന്ന ആൾ പറയല്ലോ, വൈ യു ക്യാൻ, ഇഫ് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ അർജന്റീന, വൈ യു കനോട്ട് യൂസ് ഇറ്റ് ഫോർ ഈജിപ്ത്. ആ ജെൻസിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ജെൻസിക്ക് എല്ലാം അറിയണം. ഇപ്പം അച്ഛനാണ് അമ്മനാണ് പറയുന്നത്, നിങ്ങൾ പറയണേ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കോളാം. കറക്റ്റ്. കാരണം അപ്പം ആൻസർ കിട്ടണം. നമ്മൾ ട്രഡീഷണൽ ആൻസർ ആയിരിക്കും കൊടുക്കുക, നിങ്ങൾക്ക് ഹൈടെക് ഇപ്പോഴുള്ള കിട്ടണം. അപ്പം ആ ഒരു ഡിഫറൻസ്, ദാറ്റ് ഈസ് അബൌട്ട് നമ്മളെ ആ ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഇതാണ്. ഇപ്പം ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ, ഞാനും ടെക്കും ടുക്കൊക്കെ ആണ്, പക്ഷേ ഫുട്ബോൾ നിങ്ങൾ ആ പഴയ സ്റ്റൈലിൽ കളിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ വലിയ ആവേശത്തിലാണ് ആരാധകരൊക്കെ. പക്ഷെ കേരളത്തിന്റെ ഫുട്ബോളിന് ശരിക്കും എന്താ സംഭവിക്കുന്നത്? കേരളം എന്നല്ല, മൊത്തം ഇന്ത്യ പറയാം. കേരളം ഇസ് പാർട്ട് ഓഫ് ഇന്ത്യ, ഒരു സ്റ്റേറ്റ്. ഇന്ത്യയിൽ 145, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജനങ്ങളുണ്ട്, 145 crores. ഇതിൽ ഒന്നാമത് പൊളിറ്റിക്സ് ഇന്ത്യയിൽ ടു മച്ച്. ഒരു സെലക്ഷൻ പ്രോസസ്സിലാണെങ്കിലും, ഇപ്പം ഞാനൊരു ഡിസ്ട്രിക്ട് സെലക്ടറാണെന്ന് വിചാരിക്കുക. ഞാൻ കഴിഞ്ഞ കൊല്ലം ദേവഗിരിയിൽ അണ്ടർ-17 സെലക്ടറായിട്ട് പോയി. ഞാനും കെൽട്രോണിൽ കളിച്ച സന്തോഷ് ട്രോഫിയിൽ രാജീവ് ഉണ്ടായിരുന്നു, വേറെ 2 സെലക്ടേഴ്സ്. ഞാൻ അതിൻ്റെ ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ കുറേ പേരൻസൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ കാണാത്ത ഇപ്പം സെലക്ടറാണെന്നറിയാം, ചിരി കൈ തരുന്ന് എനിക്കറിയാം, ഭയങ്കരമായിട്ട് ഇത്. ഇപ്പം എൻ്റെ മോനോ മോളോ ആരെങ്കിലും സെലക്റ്റഡ് ആവണം. അതാദ്യം പേരൻസ് ഗ്രൗണ്ടിൽ വരാൻ പാടില്ല. ഞങ്ങളെ സമയത്ത് മസാല പീടിയയിൽ ബൂട്ട് ഒളിപ്പിച്ച് കിറ്റ് ഒളിപ്പിച്ചിട്ട് കളിക്കാൻ വരുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട്. വീട്ടിലറിഞ്ഞ അടി കിട്ടും, എന്തിനാണ് കളിക്കാൻ പോകുന്നതെന്ന്. ആ കളിനോടുള്ള ഇതാണ്. പേരൻസ് കളിക്കുന്ന തന്നെ അറിയില്ല. ഇവിടെ പേരൻസ് വരാണ്, പേരൻസിനെ കുറ്റപ്പെടുത്താൻ, പേരൻസ് വരാൻ സ്റ്റാൻഡിൽ ഇരിക്കുക, നവർ കം ടുവേർഡ്സ് കോച്ചിൻ്റെ അടുത്തോ ഫ്രണ്ട്സിയൊന്നും പാടില്ല. ആഫ്റ്റർ ദ ഗെയിം ഹായ് ഹലോ അതിൽ നിർത്തണം. ഡിസേർവിങ് എന്ന ആൾക്കാരെ യു സ്റ്റോപ്പിങ്, നിങ്ങൾ കട്ട് ഓഫ് ചെയ്യാണ്. അപ്പോൾ കോള് വരും, മറ്റേ മൂസാജീൻ്റെ പേരക്കുട്ടിയാണ്, മറ്റേ വിനയേട്ടനില്ലേ, വിനയേട്ടൻ്റെ പെങ്ങളെ മോനാ, മരുവാനാട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളുണ്ട്. ഞാൻ ഈ പരിപാടി, ഞാൻ കോച്ചിങ്ങിനൊന്നും പോയില്ല, അതെൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്, ഞാൻ വലിയ സംഭവമായിട്ടൊന്നും പറയില്ല. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. എന്തിനാണ് വെറുതെ, എന്തായാലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നതാണ്. പോകാനൊരു ജോലി കിട്ടും ആ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക ഫുട്ബോൾ? 145 ഞാൻ ഒന്നും പറയും, ഇന്ത്യയിൽ 50 പ്ലേയേഴ്സിന് എടുത്താൽ മതി. ഓരോ അണ്ടർ-12 ഒരു 50 പ്ലേയേഴ്സ് നാഷണൽ ടീം, പിന്നെ ഒരു അണ്ടർ-15 ഒരു 50 പ്ലേയേഴ്സ് നാഷണൽ ടീം, അണ്ടർ-17 അണ്ടർ-19. നിങ്ങൾക്ക് സുഖമായിട്ട് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിന് ഉണ്ടാകാൻ പറ്റും. നിങ്ങളിവിടെ പോയിട്ട് പ്രാക്ടീസ് മാച്ച് കളിക്കുന്നത് വിയറ്റ്നാമിനായിട്ട് 2-1 ജയിച്ചു, അപ്പോൾ ഏഷ്യൻ റാങ്കിങ്ങിൽ കുറച്ച് കിട്ടും. പിന്നെ കളിക്കുന്ന ഹോങ്കോങ്ങും, ഒന്നെങ്കിൽ 2 റാങ്കിങ് മുകളിൽ അല്ലെങ്കിൽ 2 റാങ്കിങ് താഴെ. ഈ 2 റാങ്കിങ്ങിൻ്റെ കൂടാണ് യു ആർ ഗോയിങ് ഫോർ എക്സ്പോഷർ. ഒരിക്കലും നിങ്ങളുടെ ടീം ഇമ്പ്രൂവ് ചെയ്യില്ല. ഈ ലോകകപ്പിൽ നമ്മൾ കണ്ടത് കേപ്പ് വെർദെ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യമായിട്ട് ലോകകപ്പിന് എത്തിയ ഒരു ടീം വിറപ്പിക്കുന്നതാണ് കണ്ടത്. അതെ, പക്ഷേ അവർ മാച്ചസ് കളിച്ചാരോട് അവർ ജമൈക്കനെ അടിച്ച്, നൈജീരിയനെ അടിച്ച്, വലിയ വലിയ സൗത്ത് ആഫ്രിക്കനെ എല്ലാം ബീറ്റ് ചെയ്തിട്ട്, സൗത്ത് ആഫ്രിക്ക ഇതിലുണ്ടെങ്കിലും കൂടിയിട്ട് ക്വാളിഫയിങ്ങിൽ അവരവിടെ കളിക്കുന്ന എക്സ്പോഷർ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിയറ്റ്നാമും ഹോങ്കോങ്ങും ശ്രീലങ്കനെ സാഫ് ഗെയിംസ് ചാമ്പ്യനെ ഇന്ത്യ പറയും. ആരോടെ കളിച്ച? ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ. ഇതെന്നെ കാലാകാലം മനസ്സിലായില്ലേ? അപ്പോൾ ദീസ് ആർ വെരി ബേസിക് തിങ്. ഈ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണ്. പ്ലേ വിത്ത് ബിഗർ ടീംസ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് വല്ല, നിങ്ങളെ സ്ട്രെങ്ത്ത്, നിങ്ങളെ സ്പീഡ്, നിങ്ങളെ സ്കില്ലെല്ലാം ഞാൻ പറയാം. ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും, ഇപ്പം ഐ വാസ് എൻ എയർ ഇന്ത്യ ടീം, ടൈറ്റാനിയത്തിലുണ്ടായിരുന്നു. പക്ഷേ ചില നെയ്ബേഴ്സ് കുട്ടികളുണ്ടാവും കോളനിയിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ. ഇപ്പം 22 പ്ലേയേഴ്സൊന്നും ക്ലബിൽ എപ്പോഴും ഉണ്ടാവില്ല. ഈ ഇപ്പം പ്രീമെറ്റൈസും പോലീസിലൊന്നും എപ്പോഴും ഉണ്ടാവില്ല, എക്സെപ്റ്റ് ഫ്യൂ ക്ലബ്സ്. എന്തായാലും അപ്പോൾ 2 കുട്ടികളെ അടുത്ത് വരുന്നവരെ കളിപ്പിക്കും. അവർ കളിക്കുന്നത് എന്താ വെച്ചാൽ ദേ ആർ പ്ലേയിങ്. അവർക്ക് 17 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, ഞങ്ങൾ 22, 23. പക്ഷേ അവർ ഞങ്ങളോട് കളിച്ചിട്ട് ദേ ഗെറ്റ് അഡാപ്റ്റഡ്. അവർക്ക് പേടി പോകുന്നു, അവർ ഞങ്ങളെ ടാക്കിൾ ചെയ്യുന്നു, ഞങ്ങളെ കാണും നല്ല ഡ്രിബിൾ ചെയ്യുന്നു. അതെന്താ? ഈസ് എക്സ്പോസ്ഡ് ടു
പ്ലേ വിത്ത് അസ്. കറക്റ്റ്, വെരി സിമ്പിൾ. അതുണ്ടായാൽ മതി. എക്സ്പോഷർ വേണം. നിങ്ങൾ ആ പേടി പോകണം. അപ്പം ഞാനിപ്പം പറയാം, കേപ്പ് വെർഡേൻ്റെ കൂടെ ഇന്ത്യ കളിച്ചിട്ട് ആദ്യം 5 ഗോളിന് തോൽക്കും, രണ്ടാമത് ഒരു 4 ഗോളിന്, പിന്നെ ഒരു 3-1. കാരണം മനസ്സിലായി ഹിസ് സ്ട്രെങ്ത്. കേപ്പ് വെർഡേൻ്റെ ഡിഫൻഡറാണ്, ഈസ് വെരി സ്റ്റൗട്ട്. അപ്പം എനിക്ക് മൂന്നാമത്തെ കളിക്ക് എനിക്ക് മനസ്സിലാവും ഹൗ ടു ടാക്കിൾ ഹിം, ഹൗ ടു ഡീവിയേറ്റ് ഫ്രം ഹിം. അത് എക്സ്പോഷർ വേണ്ടേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബോക്സിങ്, ഇയാൾ 5 നോക്കൗട്ട് ജയിച്ചു വന്നാൽ ഞാൻ പ്രൊഫഷണൽ ബോക്സിങ്ങിൽ ഫസ്റ്റ് ടൈം ആണ് എൻട്രി, എന്നെ അടിച്ച് തരിപ്പാക്കുമെന്ന് എനിക്കറിയാം. See, without exposure, you cannot become Mike Tyson or Muhammad Ali or Holyfield. ആരും ആവാൻ പറ്റില്ല. ഒരു എമേച്ചർ വരെ ചാമ്പ്യൻ ആവാൻ പറ്റില്ല. സോ എക്സ്പോഷർ, 4 അടി കിട്ടിയാൽ നിങ്ങൾ ഒന്ന് തിരിച്ചു കൊടുക്കൂലേ. അപ്പോൾ ഒരു ധൈര്യം, ഒരു അടി എൻ്റെ ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ യു നോ ദാറ്റ് ഒന്ന് ഞാൻ കൊടുത്ത് ഇനി 2 എണ്ണം കൊടുക്കാനുള്ള നോക്കട്ടെ എന്ന്, 4 വാങ്ങിയാലോ. സോ എവറി സ്പോർട്ട് ഇസ് ലൈക്ക് ദാറ്റ്. ഒരു ടെന്നീസ് ആണെങ്കിലും ഒരു ക്വാളിഫയിങ് കളിച്ചിട്ടല്ലേ വരുന്നത്. വിംബിൾഡണിൽ ചിലപ്പം ക്വാളിഫയർ ആണ് അപ്സെറ്റ് ചെയ്യുന്നത്. അതെ അതെ. ഈ കായിക ശേഷിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. അതാണ് നമ്മൾ സ്കൗട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ പറഞ്ഞില്ല, ഈ 50 ഫോർ എക്സാമ്പിൾ ഒരു 50 പ്ലേയേഴ്സ് സ്കൗട്ട് ചെയ്ത് അവർക്ക് വേണ്ടി അവർ ഫുട്ബോൾ ബ്രീത്ത് ചെയ്യണമെന്നാണ്. ഈറ്റ്, സ്ലീപ്പ് ആൻഡ് ലിവ് ഫുട്ബോൾ എന്നായിരിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ യു കനോട്ട് എക്സ്പെക്ട്. എന്നിട്ട് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരെ കായിക ശേഷി എന്താണെന്ന് നോക്കാം. ഐ മീൻ, ഇപ്പം ഞങ്ങൾ കളിക്കുമ്പോൾ ഒരു കോച്ചും ഒരു മാനേജറാണ്. ചിലപ്പോൾ കോച്ചും മാനേജറും ഒന്നായിരിക്കും. മാനേജർക്ക് ലീവ് കിട്ടിയിട്ടില്ലെങ്കിൽ സെയിം റോൾ. ഫിസിയോതെറാപ്പിസ്റ്റും എല്ലാം ഒരാൾ മാനേജറായിരിക്കും. റിലീസ് സ്പ്രേ ആയിട്ടാണ് വരിക. ആ ഒറ്റ സ്പ്രേ ഉള്ള. പിന്നെ ഒരു പണ്ടത്തെ ഒരു ഒരു ക്രീമുണ്ട്, വലിയ ഫേമസ് ഒരു ക്രീമുണ്ട്, അത് 2 ഉള്ളൂ. പിന്നെ ഗ്ലൂക്കോസ് ഹാഫ് ടൈമിന് കിട്ടുക, കയ്യിലിട്ട് തരും. പിന്നെ സോഡ ഇതും ഉണ്ടാവും, അതും അടിച്ച് കളിക്കുക. ഇപ്പം യു ഹാവ് ഡയറ്റീഷ്യൻ, യു ഹാവ് ഫിസിയോതെറാപ്പിസ്റ്റ്, യു ഹാവ് ഫിസിക്കൽ ട്രെയിനർ, ഒരു 12 സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞതിന് കായികക്ഷമതക്കുള്ള സ്പോർട്സ് മെഡിസിൻ ഉണ്ട്, സ്പോർട്സ് മാനേജ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ ജെൻസി, ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് നൗ. പണ്ട് നിങ്ങളെ ഇതിലാണ് കളിക്കുന്നത്, കോച്ചിൻ്റെ കുറച്ച് ഇൻപുട്സും യോ സ്കിൽ, യോ ആ വാശി, ആ വീറും വെച്ചിട്ടാണ് ഫുട്ബോൾ വാസ് പ്ലേഡ്. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളവിടെ ബ്രെയിൻ ഡ്രെയിൻ വരുന്നില്ലേ. ഇപ്പം ഞങ്ങൾ ഇന്ത്യൻസാണ് എല്ലാ അതിലും ഇരിക്കുന്നത്. പിച്ചായി ഈസ് ഗൂഗിൾ ഹെഡ്, നഡല്ല ഈസ് മൈക്രോസോഫ്റ്റ്, യു ടേക്ക് എനി വൺ, അഡോബിയിലും എല്ലാം നോക്കി. അപ്പം അതുപോലെ ഇന്ത്യൻസിന് നിങ്ങൾക്ക് യു ഗോ ടു US, യു ഗോ ടു യൂറോപ്പ്, യു ടേക്ക് ദ ടീം, യു ലേൺ വാട്ട് ദേ ആർ ഡൂയിങ്. നമുക്ക് ഇത്രയും ബുദ്ധി ഇല്ലേ? അപ്പൊ ഈ ഒരു സ്പോർട്സ് അഡാപ്റ്റ് ചെയ്യാൻ എന്താ പ്രശ്നം? ഈ മൊറോക്കോന്റെ ടീമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കളിച്ചുള്ള ആണ്. പക്ഷെ അവർക്ക് അവരെ പ്ലേയേഴ്സിന് അവർക്കറിയാം, അവർ ആ ടീമിനെ എപ്പോഴാണ് അവർ ക്ലിക്ക് ചെയ്യുന്നത് ഒന്നായിട്ട്. അവരത് സയന്റിഫിക്കലി ദേ സ്റ്റഡി ദാറ്റ്, ദെൻ ദേ അപ്ലൈ. മറ്റേ ഈ വേൾഡ് കപ്പിൽ ഇങ്ങനെ വന്നിട്ട് എന്നൊക്കെ എത്ര കൂളായിട്ട് അവർ പാസ് ചെയ്യുന്നത്, റാൻഡം അടിച്ചു വിടുന്നുണ്ടോ? ഞാൻ ഒബ്സർവ് ചെയ്താ ഇപ്പോഴത്തെ പ്ലേയേഴ്സ് നമ്മളെല്ലാം കളിക്കുമ്പോൾ നല്ല പ്രഷർ വരുമ്പോൾ അടിച്ച് ഇപ്പം അവരാ മൈൻഡ് അപ്ലൈ ചെയ്യുന്നുണ്ടോ? അടുത്ത് ഇപ്പൊ ഗോൾ കീപ്പേഴ്സ് കണ്ടോ കൊടുക്കുന്നത്? പണ്ട് ഗോൾ കീപ്പർ വന്ന ഒരടിയാ. ഇപ്പൊ കണ്ടോ ഗോൾ കീപ്പേഴ്സ് ദേ ഗിവ് ടു ദ സ്റ്റോപ്പർ ബാക്ക്, വിങ് ബാക്ക്. ഞങ്ങൾക്ക് തന്നെ ചില സമയം പേടിയാണ്. അപ്പം കളിച്ച് ഒന്നും വാങ്ങുന്നു. ഈ കഴിഞ്ഞ പിന്നെ പ്രീമിയർ ലീഗിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് ഡൊണറൂമ അങ്ങനെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കളിച്ചിട്ട് അപ്പുറത്തുനിന്ന് മറ്റേ ആർസണലിന്റെ സിറ്റി അഗെയിൻസ്റ്റ് ആർസണൽ. സിറ്റി അഗെയിൻസ്റ്റ് ആർസണൽ. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ IT ഫീൽഡ്, വാട്ട് എവർ ഫീൽഡ്, ഇന്ത്യൻസ് ആർ വെരി ബ്രൈറ്റ്. എന്തുകൊണ്ട് സ്പോർട്സിലായിക്കൂടെ? നീരജ് ചോപ്ര വേൾഡ് ജാവലിൻ, എന്തുകൊണ്ടാണ്? യു വാസ് ഇൻ യൂറോപ്പ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം അയർലൻഡ് നമ്മളെ തോപ്പിച്ചല്ലോ T20. അതിനകത്തൊക്കെയുള്ള കളിക്കാരൊക്കെ ഇന്ത്യൻ വംശജരും പല സ്ഥലത്തും. അതെ, മുണ്ട്ര 3 വിക്കറ്റ് എടുത്ത് ഇന്ത്യയിലാണ്. അപ്പം ആ റൈറ്റ് എക്സ്പോഷർ, ഹി വാസ് നോട്ട് സ്കേർഡ്. വലിയ പ്ലെയർ ആണെന്നല്ല, ഹി ജസ്റ്റ് പെർഫോംഡ്. അവന് ചെയ്യേണ്ട പണി അവൻ ചെയ്തു. ഹി ഗോട്ട് ദ റിസൾട്ട്സ്. ഇപ്പം നീരജ് ചോപ്ര ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഒളിമ്പിക് മെഡൽ? പിന്നെ ബിന്ദ്ര ഷൂട്ടിങ്ങില്, പിന്നെ ടെന്നീസിൽ ഓൾസോ ഇന്ത്യൻസ് അല്ലേ, എന്തുകൊണ്ട് ഫുട്ബോളായിക്കൂടാ? ഐ മീൻ ലിയാൻഡർ പേസ്, വിജയ് അമൃത്രാജ്, പിന്നെ സാനിയ മിർസ, ബാഡ്മിൻ്റൺ ഷെട്ടി, സൈന നെഹ്വാൾ, പിന്നെ സിന്ധു, പിന്നെ ഷെട്ടി ഡബിൾസ് പെയർ വേൾഡ് ചാമ്പ്യനാ, ഷെട്ടി ആൻഡ് ഋത്വിക് റെഡ്ഡി. അപ്പം ഫുട്ബോൾ ഇത്ര ക്രേസ് അവരൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര ഫുട്ബോൾ ടീമായിരിക്കും ഇന്ത്യൻ്റെ.
ഇത്രയും ക്രേസ് അല്ല, ഇത്രയും അവരെ നാട്ടിലുണ്ടാവില്ല. ഇത് എന്താണ് മെയിൻലി നമ്മുടെ പൊളിറ്റിക്സാണ് സെലക്ഷൻ ട്രയൽസിലൊക്കെ. പിന്നെ ഈ എക്സ്പോഷർ, പൊളിറ്റിക്സ് ഇല്ലെങ്കിലും എക്സ്പോഷർ ഇല്ല, ഇനി യു കനോട്ട് ഇംപ്രൂവ് യുവർ സ്റ്റാൻഡേർഡ്. ഇത് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളിപ്പം നമ്മുടെ എല്ലാ ഫീൽഡും നല്ല ബ്രൈറ്റാണ്, അതേപോലെ യു ഗോ യൂറോപ്പിൽ ഗോ ടേക്ക് ദ ടീം ടു അർജൻറ്റീന, അവിടെയൊക്കെ പോയി കളിക്കട്ടെ, അവരെ ക്ലബ് ടീമിനെക്കാട്ട് പ്രാക്ടീസ് മാച്ച് കളിക്കട്ടെ. ഇതിലെ എനിക്ക് തോന്നുന്ന ഒരു ചോദ്യം കൂടി ചോദിക്കാവുന്നത്, സന്തോഷ് ട്രോഫിക്ക് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട് റിയാസ്. ഇതിനകത്ത് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കട്ട അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ, കേരള, ഗോവ, മഹാരാഷ്ട്ര, ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു സ്ഥിര സാന്നിധ്യമായിട്ട് ടീമുകളില്ല. നമ്മളീ പറയുന്നത് എന്തുകൊണ്ട് ഇന്ത്യൻ ടീം ഉണ്ടാവുന്നില്ല എന്ന് ചോദിക്കുമ്പം ഇത്രയും വലിയ ഒരു എന്താ പറയുക മഹാരാഷ്ട്രമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്, മഹാരാഷ്ട്ര അല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം ബീഹാറിന് ഒരുപാട് ഇപ്പം പുതിയ ക്രിക്കറ്റേഴ്സ് മുഴുവൻ വരുന്നത് ബീഹാറിലാണ്. അതുപോലെ അങ്ങനെ ഒരു സ്കിൽ പുറത്തേക്ക് വരാത്ത സ്ഥലങ്ങളാണ് ബാക്കിയൊക്കെ. അതെന്തുകൊണ്ടായിരിക്കും? ഒന്ന് അസോസിയേഷൻ്റെ ഇതാണ്. സൈലറ്റല്ലി ഇപ്പം ബീഹാറിൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ അസോസിയേഷൻ ബെയറേഴ്സിൻ്റെ കഴിവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ചേഞ്ച് ഓഫ് ഹെഡ് ഇല്ലെങ്കിൽ അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. യു കനോട്ട് ഡെവലപ്പ് ക്രിക്കറ്റ്. പഴയമാരുള്ള അസോസിയേഷനും ബെയറേഴ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി സേഫ്. ഇപ്പോൾ ഗുജറാത്തിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ദേ ഓൺലി ബോൺ. അവർക്ക് ബറോഡ എത്ര ടീമുണ്ട്? ഗുജറാത്തുണ്ട്, ബറോഡ ഉണ്ട്. ബറോഡ ഫ്രം ഗുജറാത്ത്. 2 ടീമാണ് രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നത്, ഒരേ സ്റ്റേറ്റ്. ഐ മീൻ ബറോഡ ഇസ് പാർട്ട് ഓഫ് ഗുജറാത്ത്. അതെ. ഇപ്പം നിങ്ങൾ പറഞ്ഞ ദാറ്റ് ഇസ് വൺ ഓഫ് ദ റീസൺസ്. പിന്നെ അവർ മാർക്കറ്റ് ചെയ്യണം, അവർ പിന്നെ സ്പോർട്സ് ഡെവലപ്മെന്റ് കൊണ്ടുവരണം സ്റ്റേറ്റിൽ ഫ്രം ദ സ്കൂൾ സ്റ്റേജസ്. എത്ര അണ്ടർ-12 ആണെങ്കിൽ യു ഗോ ടു സ്കൂൾ, റൈറ്റ്? സ്കൂളിൽ ഇത് വെക്കണം. എന്നെ ഇതേപോലെ എൻ്റെ സ്കൂളിലൊരു ഡിബേറ്റിനെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബേസിക്കലി ഒരു സ്കൂളിൽ ശരിക്കും ഒരു ആസ്ട്രോ ടർഫോ അല്ലെങ്കിൽ ഗ്രാസ് ടർഫോ എന്തായാലും വേണം. നിങ്ങൾ യു കനോട്ട് എക്സ്പെക്ട് ഇങ്ങനെ പ്ലെയേഴ്സ് ചരലിലും മണ്ണിലൊക്കെ വീണിട്ട് ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ ഒരു സ്കേറ്റ് ചെയ്താൽ സ്ലൈഡിങ് ടാക്കിൾ ചെയ്യില്ലേ, നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഷോർട്ട്സ് എവിടെ അറിയാം, ഇവിടെ എലാസ്റ്റിക്കിൻ്റെ, കാരണം ഇവിടെ കംപ്ലീറ്റ് തൊലി പോയിട്ടുണ്ടാവും. അപ്പം എൻ്റെ ഈ തൊലി പോയ 2 ആഴ്ച എനിക്ക് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ 2 ആഴ്ച പോയി. ഗ്രൗണ്ടിൽ നിന്ന് മാറ്റാൻ പറ്റില്ലല്ലോ എനിക്ക്. സോ ഞാൻ പറയുന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള യു ഹാവ് ടു ഡെവലപ്പ് വൺ ഗ്രൗണ്ട് ഷുഡ് ബി ദെയർ. ഒരു സ്കൂളിൽ ഒരു ഗ്രൗണ്ട്. ഇപ്പം എന്തെല്ലാം ഫണ്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട് സ്കൂളിൽ നിന്ന്. ആക്ച്വലി സ്കൂൾ സ്റ്റുഡൻസിൻ്റെ തന്നെ 500 വെച്ച് വാങ്ങിയാൽ യു ക്യാൻ വെരി വെൽ ലേ ഓഫ് ദിസ് തിങ് ആസ്ട്രോ ടഫ്. എന്തെല്ലോ ടൂറ് പോകുന്നതിന് 500 രൂപ ചിലവാണ്, 1500 വാങ്ങാം. ബാക്കി സ്കൂളിൻ്റെ ഫണ്ടിലേക്കാണ് പോകും. അത് ആര് തിന്നു. അപ്പം ബേസിക്കലി ഇതാണ് ഒന്ന്. ഐ മീൻ യു ഹാവ് ടു ഡെവലപ്പ്. കാരണം കുട്ടികൾക്ക് ആദ്യം തട്ടാനുള്ള സൗകര്യം ഒരുക്കണം. ഇതെല്ലാവരും ഉണ്ടാവുന്നത് സ്വന്തം പേഴ്സണൽ ഇൻട്രസ്റ്റും ഉണ്ടാകും. ഒരു സ്കിൽഡ് ഫുട്ബോളറും അവന് ഇൻബോൺ ആയിട്ടുള്ളതും പിന്നെ ആ കളിക്കണം എന്നുള്ള ആഗ്രഹം. ഞാനെല്ലാം 5-10 മിനിറ്റ് ബ്രേക്കില്ല. നമ്മൾ സ്കൂളിൽ എന്ത് ബ്രേക്കാ പറയാ, എന്ത് ബ്രേക്ക് എന്നൊക്കെ പറയാം, എന്ത് ഇന്റർവെൽ എന്ന് പറയാം. ഇന്റർവെല്ലിൻ്റെ അപ്പടുത്ത് ബോൾ എടുത്ത് പോകും. എൻ്റെ മൈൻഡിൽ 4-5 ഉണ്ട്. ആ ഒരു 10 മിനിറ്റ് ആ ഗ്രൗണ്ടിൽ പോയി ടീച്ചർ ചീത്ത എന്താ ചീത്ത ചളിയായത്. അപ്പോൾ അതൊരു ഒന്ന് സെൽഫ് ഇൻട്രസ്റ്റ്. പിന്നെ യു ഹാവ് ടു ഡെവലപ്പ് കുട്ടികളെ, ആ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഷോർട്ട് പുട്ടോ അല്ലെങ്കിൽ സ്പ്രിൻറ്റോ അല്ലെങ്കിൽ ജാവലിൻ അല്ലെങ്കിൽ ചിലർ ക്രിക്കറ്റ്, ചിലർ ചെസ്, എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട്. അതായത് ഈ പറയുന്ന ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം മാറിയിട്ട് അത്ര കാലൊന്നും ആയിട്ടില്ലെന്നു. ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ ഒരു ടീമാക്കാൻ വേണ്ടിയിട്ടൊക്കെ വോളിബോളിനൊക്കെ തട്ടിക്കൂട്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ PT പീരീഡ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ടീച്ചേഴ്സ് ഇല്ലാത്ത പ്രശ്നമൊക്കെ ഇപ്പം ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. ഉണ്ട് അങ്ങനെയുള്ള. ഇപ്പം ആക്ച്വലി കോച്ചിങ് ക്ലാസ് എന്തായാലും പൈസ ഉണ്ടാക്കാൻ എങ്ങനെ പറ്റും നാട്ടിൽ. പക്ഷെ ഏതൊക്കെ നാട്ടിലിപ്പം ഗ്രൗണ്ട് നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ട് ഒക്കെ ആക്കുന്ന കുറെ ഇതൊക്കെ. ഇതിപ്പോ ഈ ടർഫ് വന്ന് അത് നല്ലതല്ല. കാരണം ടർഫിന് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, SOP ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ കുറെ ഇഞ്ചുറി വരുന്നല്ലേ കുട്ടികൾക്ക് വരെ, ജോയിൻസ് എല്ലാം പെയിനും കാര്യം വന്നിട്ട് അവർക്ക് മൂവ് ഫോർവേഡ്. മതലബ് ബാക്കി അങ്ങോട്ട് കളിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് 5-a-side 7-a-side മാക്സിമം ഈ ആസ്ട്രോ ടർഫിൽ. പിന്നെ ചളിയാവില്ല, കളിക്കാൻ നല്ല ഇതാണെന്നല്ലേ. അപ്പോൾ ഇറ്റ്സ് നോട്ട് സെറ്റപ്പ് ഇൻ എ പ്രൊഫഷണൽ മാനർ. പ്രൊഫഷണൽ മാനർ എന്ന് പറയാൻ കാരണം
ആ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് അതിൻ്റെ ഉള്ളിൽ പെബിൾസ്, ഡ്രെയിനേജ്, പല സംഗതികളുണ്ട്. നിങ്ങൾ ഈ ജസ്റ്റ് ഗോ ടു ഗൂഗിൾ അടിച്ചാൽ മനസ്സിലാവും. ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ മുകളിൽ ആസ്ട്രോടഫ് ഒരു കോൺക്രീറ്റ് ഇട്ട് വിരിക്കുക, അതിൽ കംപ്ലീറ്റ് യുവർ ജോയിൻസാ. എന്നിട്ടിപ്പം കോർപ്പറേഷനിൽ സ്ട്രിക്റ്റ് ആക്കിയിരുന്നു, അതൊക്കെ 2 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തോന്ന് പറയും. കമേഴ്ഷ്യലാണ്, ഇറ്റ്സ് ഇസ് നോട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫുട്ബോൾ. പൈസ ഉണ്ടാകാൻ വേണ്ടി ചെയ്ത സംഗതികളാണ്. ഈ കുറേ സ്ഥലത്ത് ആസ്ട്രോടഫ് വന്നില്ലേ, അതിന് പകരം നിങ്ങൾ ഒരു സിറ്റിയിലുള്ള നല്ല ഗ്രൗണ്ട് തന്നെ ഡെവലപ്പ് ചെയ്താൽ മതി. പിന്നെ ഈ ടാലൻറ്റിന് നിങ്ങൾ സ്കൗട്ട് ചെയ്തിട്ട് വെച്ചാൽ തന്നെ നന്നാവും. ഇത്രയും വലിയ ഇന്ത്യയിൽ എല്ലാവരും പറയും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവൊന്നുമല്ല. എത്ര സ്റ്റേഡിയംസ് ഉണ്ട്, കാലിക്കറ്റിലുണ്ട്, ട്രിവാൻഡ്രം, എല്ലാ സ്ഥലത്തും ഓരോ നല്ല സ്റ്റേഡിയംസ് ഉണ്ട്. ഈ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് ആൻഡ് ഡു ഇറ്റ്. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സെയിം സെറ്റ് ഓഫ് പ്ലേയേഴ്സാണ്. അല്ലെ അവിടെ 10 ആൾ ഇവിടെ 10 ആൾ വെച്ചൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ആ വില്ല് വേണം. പിന്നെ ഈ പറഞ്ഞ മാതിരി പൊളിറ്റിക്സ് ഷുഡ് ബി അവേ ഫ്രം ഫുട്ബോൾ. സെലക്ടേഴ്സിനും പിന്നെ കളിച്ച ആളും ഈ പിന്നെ സ്പോർട്സ് മാനേജ്മെൻറ്റിനും ഈ ഇതിലൊക്കെ PhD എടുത്ത തറവലി ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. യു ജസ്റ്റ് കനോട്ട് എക്സ്പെക്ട് 145 11 ആളാക്കിക്കൂടെ എന്ന ചോദ്യം. 1.5 ലക്ഷത്തിൽ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് 25 കേപ്പബിലിറ്റി. നമ്മുടെ നാട്ടിലിവിടെ 7 lakhs ഡിസ്ട്രിക്റ്റിൻ്റെ പോപ്പുലേഷൻ, 8 lakhs അല്ലേ കാലിക്കറ്റ് അറൗണ്ട്. അതൊരു കൺട്രി റെപ്രസെൻറ്റ് 1.5 lakhs. അപ്പം മെയിൻലി അതാണ് നമ്മൾ സെറ്റപ്പിൻ്റെ ഇഷ്യൂ ആണ്. ഐ മീൻ പൊളിറ്റിക്സ് ഷുഡ് ബി അവേ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിന് കുറവൊന്നുമില്ല. ഈ ഉള്ള ഗ്രൗണ്ടും ഇതൊക്കെ വെച്ചാൽ തന്നെ അവരെ കേപ്പബിലിറ്റിയിലൊക്കെ എത്ര ഗ്രൗണ്ട് ഉണ്ടാവും. അതെ അതെ. ഇവിടെ ജവഹർലാൽ സ്റ്റേഡിയം, മറ്റേ സ്റ്റേഡിയം, അല്ല എന്തെന്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ക്യാൻ ബി പ്ലേഡ് ഇൻ ദ സെയിം ഗ്രൗണ്ട്. ആ പിച്ചിൻ്റെ ഭാഗം ആ സമയം ഇത് ചെയ്യണം. വൺസ് യു ഫിനിഷ് ദാറ്റ് ആ പിച്ച് ഇട്ടിട്ട് അവരല്ലേ പിന്നെ ഒന്ന് പിച്ച് ഉണ്ടാക്കുന്നത്.